ഇതിനകത്ത് ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് സപ്ലൈ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിമാൻഡ് എത്രയാണെന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോസ്റ്റാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ഏതാ പറഞ്ഞത്? 1 അല്ലേ വന്നിട്ടുള്ളത്. 1ൽ നമുക്ക് ഇവിടെയും ഒരു 1 വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു 1 വന്നിട്ട്. അപ്പോൾ നമ്മൾ ഏത് കോസ്റ്റ് ആദ്യം കൊടുക്കും എന്നുള്ളതൊരു ഡൗട്ടല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കാൻ നോക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിച്ചു. ഈ 1ൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര കൊടുക്കാൻ പറ്റും? ഇവിടെ 7 ഉണ്ട്, 14 ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ കൊടുക്കാൻ പറ്റുക? 7 അല്ലേ കൊടുക്കാൻ പറ്റുക. ഇവിടെ നമുക്ക് കൊടുക്കണം നോക്കി, 8 ഉണ്ട്, 18 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 8 കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് ഇതിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ലോവസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള ഇതിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറവ് കോസ്റ്റ് ചെയ്താൽ വരുന്നത് 8 ഉണ്ട്, 18 ഉണ്ട്. 8 കൊടുത്തു. 8 കൊടുക്കുമ്പോൾ എന്ത് ക്യാൻസലായിപ്പോയി? ആ റോ ക്യാൻസലായിപ്പോയി. ആ റോ ക്യാൻസലായിട്ട് വീണ്ടും എടുത്ത് എഴുതുക. 2 7 4 എഴുതി, 5 4 7 എഴുതി, 1 6 2 എന്ന് എഴുതി. പക്ഷെ ഇവിടെ വാല്യൂ വരുമ്പോൾ 5 7 14. ഇവിടെ എത്രയായി? 18 ആയിരുന്നു ഉണ്ടായിരുന്നത്. 18 - 8 എത്രയാണ്? 10. 18 - 8 10 കിട്ടി. പിന്നെ 9 എഴുതി, 7 എഴുതി. വീണ്ടും നമ്മൾ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് നോക്കുക. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ഏതാണ്? 1 ആണ്. 1ൽ അപ്പം നമ്മൾ ഏത് കൊടുക്കണം? ഇവിടെ 7 ഉണ്ട്, 14 ഉണ്ട്. അപ്പോൾ ഇത്ര കൊടുക്കും. കുറവ് ഏതാണോ? 7 കൊടുത്തു. 7 കൊടുക്കുമ്പോൾ എന്ത് ക്യാൻസലായി? നമ്മളപ്പോൾ ഇതിൽ 7 കൊടുത്തു. അപ്പോൾ നമ്മൾ ആ കോളം ക്യാൻസൽ ചെയ്ത് പോയി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ബാക്കി എടുത്ത് എഴുതാം. 7 4 4 7 6 2 കൊടുത്തു. പിന്നെ അവിടെ മൈനസ് ചെയ്ത് എഴുതണം. 7ൽ 14 നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 7 കൊടുത്തു. ബാക്കി ബാലൻസ് എത്രയാണ് എവിടെ ഉണ്ടാവുള്ളൂ? 7 ഉണ്ടാവുള്ളൂ. ആ 7 എടുത്ത് എഴുതി. വീണ്ടും നമ്മൾ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് നോക്കുക. ലോവസ്റ്റ് കോസ്റ്റ് ഇവിടെ എത്രയാണ്? 2 ആണ് ലോവസ്റ്റ് കോസ്റ്റ്. 2ൽ നമ്മൾ എന്ത് കൊടുക്കും? 7 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ എത്ര കൊടുക്കുക? 7 ഇതിനകത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ക്യാൻസലായി പോയി? ആ റോ ക്യാൻസൽ ചെയ്ത് പോയി. വീണ്ടും 7 4 4 7 എഴുതി, 5 ഇവിടെ 7 എഴുതി. ഇവിടെ 10ൽ 7 ഓൾറെഡി എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്രയേ വരുള്ളൂ? ഇവിടെ 3 വരുള്ളൂ. 3 എഴുതി. പിന്നെ 9 അങ്ങനെ തന്നെ എഴുതി. വീണ്ടും ലോവസ്റ്റ് കോസ്റ്റ് നോക്കുക. ലോവസ്റ്റ് കോസ്റ്റ് ഇത്ര 4 ഉണ്ട്, 2 4 വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഏതിലാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കണം. ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് 7 കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് മാക്സിമം എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ? 3 കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം കൊടുക്കണം. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ 4ൽ അപ്പം നമ്മൾ ഏറ്റവും മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 7 അല്ലേ. അപ്പം നമ്മളിവിടെ 9ലും 7ലും 7 കൊടുത്തു. ബാക്കി അപ്പോൾ എന്ത് ക്യാൻസലായി പോയി? ആ റോ ക്യാൻസലായി പോയി. വീണ്ടും എടുത്ത് എഴുതി 2 7 4. ബാക്കി ബാലൻസ് ഉള്ള 7 4 എടുത്ത് എഴുതി. ഇതിൽ എത്രയാണുള്ളത്? ഈ സൈഡിൽ 5 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 7 കൊടുത്തു. ബാക്കി എത്രയുള്ളത്? 2. ആ 2 എടുത്ത് എഴുതി. പിന്നെ വീണ്ടും അത് ജസ്റ്റ് മുകളിലേക്ക് അലോക്കേറ്റ് ചെയ്താൽ മതി. പിന്നെ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും.